അൻസിബ എന്ന പെൺകുട്ടിക്കെതിരെ വൻതോതിലുള്ള സൈബർ അറ്റാക്ക് വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു വിവരം കിട്ടിയതിന്റെ പുറത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. എൻ്റെ വീഡിയോകൾ സ്ഥിരമായി കാണുന്ന ആളുകൾക്കറിയാം, അമ്മ എന്ന താര സംഘടനയുമായി ബന്ധപ്പെട്ട് കുറച്ചാഴ്ചകളായി ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ പല സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മാല പാർവതി ചേച്ചി ഒരു മെയിൻ സ്ട്രീം ചാനലിനോട് സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ഞാൻ പറഞ്ഞ പല സംശയങ്ങളും ശരിവെക്കുന്ന തരത്തിലാണ് മാല പാർവതി ചേച്ചി കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരു വ്യക്തിയുടെ ഹസ്ബൻഡിന് 2.5 ലക്ഷം രൂപ കൊടുത്തതിനെ പറ്റി മാല പാർവതി ചേച്ചി പറയുന്നത് കേട്ടു. അതിന് കണക്കില്ല. 13.5 ലക്ഷം രൂപ കുടുംബ സംഗമം നടത്തിയപ്പോൾ ഒരു മ്യൂസിക്കൽ പരിപാടിക്ക് 13.5 ലക്ഷം രൂപ കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാല പാർവതി ചേച്ചി പറയുന്നത് കേട്ടു. അതിനും തെളിവുകളില്ല. അൻസിബ ഇന്നലെ ഒരു 15 മിനിറ്റാണ് എല്ലാ അംഗങ്ങളുടെയും മുമ്പിൽ സംസാരിച്ചത്. ആ 15 മിനിറ്റിൽ അൻസിബയുടെ കണ്ണു നിറഞ്ഞു. അൻസിബ പറഞ്ഞ കാര്യങ്ങൾ, തെളിവോടുകൂടി അൻസിബ പറഞ്ഞ കാര്യങ്ങൾ കേട്ട ജനറൽ ബോഡിയിലെ അംഗങ്ങൾ, അമ്മ എന്ന താര സംഘടനയിലെ അംഗങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ശ്വേതാ മോഹൻ ചേച്ചി, മേനോൻ ചേച്ചി ഒന്നും മിണ്ടാതെ ഇറങ്ങി അങ്ങ് ഓടിയത്. ഇപ്പോ അൻസിബയോട് നല്ല വൈരാഗ്യമുണ്ടോ ശ്വേതാ മേനോൻ ചേച്ചി? അതുകൊണ്ടാണോ സംശയം? ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചോ സൈബർ ഇടത്തിൽ അൻസിബയെ അങ്ങ് ഇല്ലാതെയാക്കാൻ? ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? സംശയമാണേ. ഇതുപോലെ പല സംശയങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സംശയങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് രാവിലെ മാല പാർവതി ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഉന്നയിച്ച സംശയങ്ങളൊക്കെ ശരിയാണെന്ന് ഏകദേശം എനിക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം കമന്റ് ബോക്സിൽ അങ്ങോട്ട് എഴുതിയിടുക. കൂടാതെ നമ്മുടെ വീഡിയോ ഒക്കെ ചിലപ്പോൾ ചില ആളുകൾ ഇല്ലാതെയാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് നിങ്ങൾക്കേ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് കമന്റ് ബോക്സിന്റെ അപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു പോസ്റ്ററിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു മെയിൻ സ്ട്രീം ചാനലിന്റെ അക്കൗണ്ടിൽ വന്ന ഒരു പോസ്റ്ററാണ്. എൻ്റെ ശവം കാണാൻ പോലും ഒരുത്തരും വരരുത്. അമ്മ സംഘടനയിൽ നിന്നും രാജിവെച്ച് നടി ലക്ഷ്മിപ്രിയയുടെ വൈകാരിക കുറിപ്പ്. ഈ കുറിപ്പ് എവിടെയാണ് ചേച്ചി എഴുതിയിട്ടിരിക്കുന്നത്? ഞാൻ കണ്ടില്ല. മെയിൻ സ്ട്രീം ചാനലുകാരോടാണ്. ഇവിടെ എവിടെയെങ്കിലും ചേച്ചി എഴുതിയിട്ടോ? ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ വല്ലോ? ഞാൻ പോയി തപ്പിയിട്ടൊന്നും കണ്ടില്ല. ഇനിയിപ്പം ചേച്ചി എഴുതിയിട്ടിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണെങ്കിൽ തന്നെ ചേച്ചി എയറിൽ നിന്ന് ആദ്യമേ താഴത്തേക്ക് ഇറങ്ങ്, മനസ്സിലായോ? എന്നിട്ട് മെയിൻ സ്ട്രീം ചാനലിന്റെയും ഓൺലൈൻ മീഡിയ ചാനലിന്റെയും ഒക്കെ ഫ്രണ്ടിൽ മര്യാദയ്ക്ക് നിന്ന് കാര്യങ്ങൾ വ്യക്തതയോടുകൂടി പറയാനൊന്ന് പഠിക്ക്. പിന്നെ വേറൊരു കാര്യം, ചേച്ചി ആരും വരാൻ സാധ്യതയൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മനസ്സിലാക്കിയിട്ട് നേരത്തെ ഇട്ട് വെച്ചതാണോ ചേച്ചി ഇത്? ആരും വരരുത് എന്ന് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ചേച്ചിയുടെ കാര്യത്തിൽ. എൻ്റെ ദൈവമേ, നമ്മളെ പിടിച്ചങ്ങ് അകത്തിടും ചേച്ചി. അതുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല ചേച്ചി. നാട്ടുകാർക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞതാ ചേച്ചി എന്താണെന്ന്. ചേച്ചി പറഞ്ഞ പല കാര്യങ്ങൾ ഒരു ബന്ധവും ഇല്ലാതെ ഇന്നൊരു കാര്യം പറയും, നാളെ വേറൊരു കാര്യം പറയും. എന്നിട്ട് ഞങ്ങളെല്ലാം ചേച്ചി എടുത്ത് തലേ വെച്ചുകൊണ്ട് ഡാൻസ് കളിക്കണം. ഇന്നലെ ജനറൽ ബോഡി മീറ്റിംഗ് നടന്നു. 15 മിനിറ്റാണ് അൻസിബയ്ക്ക് സംസാരിക്കാൻ സമയം കിട്ടിയത്. ആ 15 മിനിറ്റിൽ ആ പെൺകുട്ടി വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു, തെളിവോടുകൂടി. മനസ്സിലായോ? ആ പെൺകുട്ടി സംസാരിക്കുന്നതിന് മുമ്പ് വരെ ഇപ്പോഴത്തെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ശ്വേതാ മേനോൻ ഉൾപ്പെടെ അവരോടൊന്ന് ക്ഷമിക്കാം, അവർക്ക് കുറച്ച് ദിവസത്തേക്കും കൂടെ നമുക്ക് സമയം കൊടുക്കാം. അവര് കറക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ, അതായത് ഈ പൈസ 15 ലക്ഷവും 13 ലക്ഷവും ഈ 2 ലക്ഷവും പിന്നെ അമ്പലത്തിൽ നിന്ന് മേടിച്ച പൈസയും ഇതിൻ്റെയൊക്കെ കണക്കുകൾ കൃത്യമായിട്ട് അവർ കാണിക്കട്ടെ, കുറച്ച് ദിവസം കൂടെ കൊടുക്കാമെന്നായിരുന്നു എല്ലാവരുടെയും ഒരു താല്പര്യം. എന്നാൽ അൻസിബ പറഞ്ഞ പല കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാത്തിനെയും തൂക്കി അങ്ങോട്ട് എറിഞ്ഞു. ശ്വേത ചേച്ചിയൊക്കെ ഇറങ്ങി അങ്ങ് ഓടി. എന്നിട്ടിപ്പം വൈരാഗ്യം ഉണ്ടോ അൻസിബയോട്? ഇനി എന്നോടുണ്ടോ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്? എന്തൊക്കെയിരുന്നാലും മെയിൻ സ്ട്രീം ചാനലിൽ വന്നൊരു വാർത്ത, മാല പാർവതി ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ, നമുക്ക് അതിലേക്ക് പോകാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. മൂലം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ചാർജ് എടുത്തതിന് ശേഷം ആ ഭരണസമിതി ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. പക്ഷേ അതിനകത്ത് അവർക്ക് കുറേ പാളിച്ചകളും സംഭവിച്ചു. അത് കൂടുതലും ഇതിനു മുമ്പൊക്കെ അമ്മയിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അമ്മയെ അറ്റാക്ക് ചെയ്യായിരുന്നു. അമ്മയിൽ അംഗങ്ങൾ തമ്മിലൊരു ഐക്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത് പരസ്പരമുള്ള ഗ്രൂപ്പും തിരിവും കാരണം ഒരുപാട് നാണം കെട്ട അവസ്ഥയിലേക്ക് അമ്മ സംഘടന മാറി. വളരെ മോശമായിട്ട് പൊതുസമൂഹത്തിലും ഇതുണ്ടായി. അങ്ങനെ ഒരു അവമതിപ്പുണ്ടായി. അപ്പോൾ അതിൻ്റെ വിമർശനങ്ങളോട് ആൾക്കാർക്ക് എതിർപ്പുള്ളപ്പോൾ തന്നെ കണക്ക് അവതരിപ്പിക്കുകയായിട്ട് റിപ്പോർട്ട് അവതരിപ്പിക്കുകയായിട്ട് ചെയ്തില്ല. അപ്പോൾ ഒരു ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് അവതരിപ്പിക്കുക, അതുപോലെ കണക്ക് അവതരിപ്പിക്കുക. അത് അംഗീകരിക്കപ്പെട്ടിട്ട് വലിയ എമൗണ്ടൊക്കെ ഉള്ള ഒരു ഭരണസമിതിയാണല്ലോ.
അപ്പോൾ അത് കഴിഞ്ഞ് അത് കോർപ്പറേഷനിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇതിനുള്ള അവർക്ക് അത് സാധിച്ചില്ല, അവരത് ചെയ്തില്ല. ലാസ്റ്റ് മിനിറ്റാണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ അത് റിപ്പോർട്ട് അംഗീകരിക്കാതിരിക്കുകയോ അല്ലാതെ കണക്ക് അംഗീകരിക്കാതിരിക്കുകയോ, ജനറൽ ബോഡി കൈയടിച്ച് അംഗീകരിക്കുക, ഒരാൾ സപ്പോർട്ട് ചെയ്യണം, ഒരാൾ പ്രപ്പോസ് ചെയ്യണം, ഒരാൾ സപ്പോർട്ട് ചെയ്യണം, ബാക്കിയുള്ളവർ അംഗീകരിക്കണം, ഈ പ്രൊസീജിയർ നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങിപ്പോകണം, അഡ്ഹോക് കമ്മിറ്റിയിലോട്ട് പോകണം. അത് ശ്വേത എന്നല്ല, ആര് വന്നാലും അതാണ് എൻ്റെ പ്രൊസീജിയർ. അപ്പോൾ അത് പിന്നെ ജനറൽ ബോഡി അംഗീകരിക്കണോ വേണ്ടയോ എന്ന് ഉച്ചവരെയും തർക്കങ്ങൾ പോയി. അതിനകത്ത് ബാബുരാജിൻ്റെ കണക്കിൻ്റെ പ്രശ്നമാണ് എന്ന് ശ്വേത പറഞ്ഞു, ട്രഷറർ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു, ഓഡിറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓഡിറ്റർ പറഞ്ഞു ഇത് ഓഡിറ്റഡ് അല്ല, ഇത് ക്വാളിഫൈഡ് ഓഡിറ്റാണ്, അതായത് ക്വറിയോട് കൂടിയുള്ള ഓഡിറ്റഡാണ് കൊടുത്തത്. ട്രഷറർ പറഞ്ഞു ഞാനിത് അംഗീകരിക്കത്തില്ല, ഈ കണക്ക് എന്നെ നിർബന്ധമായിട്ട് ലീവിൽ പോകാൻ പറഞ്ഞതാണ്, എന്നെ കണക്ക് നോക്കാൻ സമ്മതിച്ചിട്ടില്ല, ഒരു പക്ഷം ഏറ്റെടുത്തിട്ട് പൈസ ചിലവാക്കുകയായിരുന്നു, അത് എതിർത്തതിൻ്റെ പേരിലാണ് എന്നെ പോകാൻ പറഞ്ഞതെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദം പറഞ്ഞു. പിന്നെ മൂന്നാമത് പറഞ്ഞത് ബാബുരാജിൻ്റെ കണക്ക്. അദ്ദേഹം അഡ്ഹോക് കമ്മിറ്റിയിലായിരുന്നു, അദ്ദേഹത്തിന് കണക്ക് കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തിനെ വിളിച്ച് വരുത്തി കണക്ക് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല. അപ്പോൾ മുമ്പ് കണക്ക് നോക്കിയിരുന്ന പയ്യന് ശമ്പളം കൊടുക്കാത്തതിൻ്റെ പേരിലാണ് അയാൾ കണക്ക് കൊടുക്കാത്തതെന്ന് അദ്ദേഹവും പറഞ്ഞു. അപ്പോൾ എല്ലാവരും തമ്മിൽ ഈ വാദങ്ങളെ ആൾക്കാർ ചെറുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ശ്വേതയ്ക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ഇതൊന്നുമല്ല പ്രധാന കാര്യമായിട്ട് മാറിയത്. പ്രധാന കാര്യമായിട്ട് ഒന്നുമല്ല, ബാക്കി ഞാൻ കേൾപ്പിക്കാം. അതിന് മുമ്പ് മുക്കിയ കാശിനൊക്കെ എവിടെ കൊണ്ട് കണക്ക് കാണിക്കാനാ? ഇനി ഒരു 45 ദിവസം കൊടുത്താലും പിന്നെയും ചോദിക്കും ചേട്ടാ ഒരു 2 ദിവസം കൂടെ തരണേ, എല്ലാം ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. ഇന്നലെ ബാബുരാജ് പറഞ്ഞു കഴിഞ്ഞു, പുള്ളി അഡ്ഹോക് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്, പുള്ളിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പുള്ളിക്ക് നോട്ടീസ് എല്ലാം കൊടുത്ത് പുള്ളിയെ നേരിട്ട് വിളിച്ചു. പക്ഷെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല ഇവര്, മനസ്സിലായില്ലേ? ആദ്യമേ തന്നെ ശ്വേത ചേച്ചി എന്തായിരിക്കും നോക്കുക? അവരുടെ ഭാഗ്യം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയായിരിക്കും അവർ നോക്കുന്നത്. ഇവിടെ അമ്പലത്തിന്റെ കയ്യിൽ നിന്ന് അവിടുന്ന് സമിതി നിന്നൊക്കെ മേടിച്ച, അല്ലെങ്കിൽ അവിടുത്തെ ദേവസ്വം ബോർഡ് വോട്ടവോ ലീക്ക് അവിടുന്ന് മേടിച്ച എമൗണ്ട് ഒരു തുകയുണ്ട്. ആ തുക എവിടൊക്കെ എങ്ങനെയൊക്കെ പോയി അത് പ്രോപ്പറായിട്ട് കാണിക്കണ്ടേ? അതിന് പോലും പറ്റിയിട്ടില്ല. പിന്നെ സ്റ്റീഫൻ ദേവസ്യ ഉള്ള കാര്യം തന്നെ ഞാനങ്ങ് പറഞ്ഞേക്കാം, പേരെടുത്ത് തന്നെ പറയാം. സ്റ്റീഫൻ ദേവസ്യക്ക് കൊടുത്ത 13.5 ലക്ഷം രൂപ. ഓക്കെ, അതുപോലെ തന്നെ സരയുവിന്റെ ഹസ്ബൻഡിന് കൊടുത്ത 2.5 ലക്ഷം രൂപ. കണക്കുകൾ പ്രോപ്പറായിട്ട് എന്തിന്, ഏത് കാര്യത്തിന്, അതിന് ഇത്രയും പൈസ ആവുമോ, അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പണി പാളും. അത് ശ്വേത ചേച്ചിക്ക് അറിയാം. എന്നിട്ടും ചേച്ചി വിചാരിച്ചു സ്ത്രീ അയ്യോ മുൻഗണന ഉണ്ടല്ലോ, നമ്മളെ അങ്ങ് തീർക്കത്തില്ല ആരും എന്ന് വിചാരിച്ചു. ഇവരെ പോലുള്ള സമൂഹത്തിലെ ചില ആളുകൾ, അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ ചില സ്ത്രീകൾ കാരണം നമ്മുടെ ഈ ഒരു കേസൊക്കെ വിട്ടിട്ട് പുറത്തേക്ക് വരികയാണെങ്കിൽ, അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സ്ത്രീകൾക്ക് ഈ മുൻഗണന കിട്ടുന്നതിൻ്റെ പേരിൽ അവർ കാണിച്ചു കൂട്ടുന്ന കാട്ടായങ്ങൾ, പല പുരുഷന്മാരെ പെടുത്തുന്നത്, ഇതെല്ലാം നമ്മൾ കാണുന്നതാണ് അല്ലേ? ഈ മുൻഗണന അതിൻ്റെ പേരിലായിരിക്കും എല്ലാവരും പൊക്കി നടക്കുകയായിരുന്നല്ലോ. സ്ത്രീ എത്തി തലപ്പത്ത് എല്ലാം അങ്ങ് ശരിയാവുമെന്ന്. എല്ലാം ശരിയായോ? ലാസ്റ്റ് ഇറങ്ങി ഓടി ഉള്ള എവിടുന്ന് കാണിക്കും? കള്ളക്കണക്ക് കാണിച്ചാൽ പിടിക്കത്തില്ലേ? പിന്നെ ഉണ്ടായിരുന്ന അക്കൗണ്ടന്റിനും ഒന്നും ആർക്കും പൈസ പോലും കൊടുത്തിട്ടില്ല. എന്താടേ ഇത്? ഇല്ലേ? ലക്ഷങ്ങളുടെയും കോടികളുടെയും ഒക്കെ കണക്കാണ് പറയുന്നത്, പക്ഷെ അവിടെ പണിയെടുക്കുന്നവർക്ക് കൊടുക്കാൻ കാശില്ല. എന്തുവാ ഇത്? ഇനി മാലാപാർവതി ചേച്ചി പറയാൻ പോകുന്ന മെയിൻ ഒരു കാര്യം, അത് വേറൊന്നുമല്ല, അൻസിബയെ പറ്റി തന്നെയാണ്. ആ പെൺകുട്ടി അയ്യോ സിംഗ പെണ്ണാണെന്നാണ് പറയുന്നത്. സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്തൊക്കെയാണെങ്കിലും അൻസിബേനെ. കാരണം ഇത്രയും പേരെ ഇന്നലെ 15 മിനിറ്റ് കൊണ്ട് കൺവിൻസ് ചെയ്തല്ലോ. കാരണം ആ പെൺകുട്ടിയുടെ കയ്യിൽ ശരിയുണ്ട്, സത്യം അവളുടെ കൂടെയാണ്. പക്ഷെ അത്രയും ദിവസം അവൾ അനുഭവിച്ച ഒരു മാനസിക ഒരു ടോർച്ചർ സമ്മതിച്ചു കൊടുക്കണം. വിട്ടു കൊടുക്കാതെ പിടിച്ചു നിന്നതിന് അൻസിബ ഒരു ഹാൻഡ്സ് ഓഫ്. നമുക്ക് ബാക്കി കേൾക്കാം. അൻസിബയുടെ പ്രസംഗമാണ്. അൻസിബ കയറി കൃത്യമായി കാര്യകാരണങ്ങളോടെ സ്പഷ്ടമായി കൃത്യമായി നീതിപൂർവമായ ഒരു പ്രസംഗം അങ്ങ് നടത്തി. അതൊരു സിനിമാറ്റിക് മൊമെൻ്റ് ആയിരുന്നു. നമുക്കൊരു സിംഗപ്പെണ്ണെന്നൊക്കെ തോന്നുന്ന പോലെ. എന്ന് വെച്ചാൽ ഒരു വാക്ക് പറയാൻ പറ്റാത്ത തരത്തിൽ നിശബ്ദമായി ആൾക്കാർ അത് കേൾക്കുകയും അൻസിബ സമൂഹ മധ്യത്തിലും മാധ്യമങ്ങളുടെ മുന്നിലും പറഞ്ഞ ആരോപണങ്ങളെ എല്ലാം സാധൂകരിക്കുന്ന തരത്തിലുള്ള എവിഡൻസോടുകൂടി വന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സ് അൻസിബയോടൊപ്പമായി. അൻസിബയുടെ നിലപാടിനോടൊപ്പം ഇവർ തുടരണ്ട എന്ന അംഗങ്ങൾ ആദ്യം കുറച്ച് സംശയമുള്ളവർ പോലും അൻസിബയോടൊപ്പം നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർക്ക് രാജിവെക്കേണ്ടി വന്നത്. ബാക്കി കേൾക്കാം. അങ്ങനെയാണ് അവർക്ക് രാജിവെക്കേണ്ടത് വന്നത്. പക്ഷേ കേട്ടല്ലോ, ഉച്ചവരെ അവർ കണക്കൊന്നും പ്രോപ്പറായിട്ട് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇവരെ നിർത്തണോ വേണ്ടയോ എന്നുള്ള ചർച്ചകളൊക്കെ അവിടെ നടന്നു. എന്നാലും പോട്ടെ, ഇനിയും കൊടുക്കാൻ കുറച്ച് ദിവസം കൂടെ അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്നൊക്കെയായിരുന്നു എല്ലാവരും ചിന്തിച്ചു വെച്ചിരുന്നത്. എന്നാൽ അൻസിബ വന്ന് സംസാരിച്ചതിന് ശേഷം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പിടികിട്ടി. ഇനിയും കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല, കൂടുതൽ വാരത്തേ ഉള്ളൂ, ഇല്ലെങ്കിൽ കള്ളക്കണക്കുകൾ കയറ്റത്തേ ഉള്ളൂ.
ആ ഒരു സാധനം മനസ്സിലായി. എല്ലാവരും പറഞ്ഞു ഇനിയും വേണ്ട, ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വേണ്ട, ശ്വേതാ മേനോൻ ഒന്ന് ഇറങ്ങി തരിക. ലക്ഷ്മിപ്രിയ ചേച്ചി ഒന്നും തോന്നല്ലേ, അയ്യോ ചേച്ചിയുടെ ഇന്നലത്തെ ഗജഗംഭീരമായിട്ടുള്ള കാട്ടായമൊക്കെ എല്ലാവരും കണ്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ പണ്ടത്തെ മറ്റേ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ചേച്ചി കുറെ കഥ പറഞ്ഞു നടന്നില്ലേ, അതുപോലൊക്കെ തന്നെ എനിക്ക് തോന്നിയത്. നിങ്ങളുടെ സൈഡിൽ മാത്രം ഒരിക്കലും തെറ്റില്ല, എല്ലാം കൊണ്ടും ഞാൻ നല്ല ഒരു കുട്ടി, തെറ്റെല്ലാം ബാക്കിയുള്ളവരുടെ നെഞ്ചത്ത്. നടക്കത്തില്ല ചേച്ചി, നമ്മളെല്ലാം കണ്ടു, നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ പലതും കേട്ടു. പിടികിട്ടിയോ? നമ്മളോട് ബാക്കിയുള്ള ആളുകൾ പറയുന്നത് അതൊന്നും നമ്മൾ ബാക്കി എടുക്കുന്നില്ല, ചെവി കൊള്ളുന്നില്ല. ഒരു പരിധിയിൽ കൂടുതൽ സംശയമായിട്ട് മാത്രമേ ഇപ്പോഴും പറയുന്നുള്ളൂ. ചില ആളുകൾ അങ്ങനെ പറയുന്നല്ലോ, ഇങ്ങനെ പറയുന്നല്ലോ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്നേ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ അതിലൊരു വ്യക്തതയില്ലാതെ വരുമ്പോൾ നമ്മൾ വീണ്ടും ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ നിങ്ങളെ എടുത്ത് തലേ വെക്കും? ഒന്ന് പറഞ്ഞതാ. വെളുപ്പിക്കാൻ പോലും ആരും ഇവിടെ വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? സൈബർ ഇടത്തിലിട്ട് അവരെ അങ്ങോട്ട് തീർക്കുക. പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അത്യാവശ്യം ബോധമുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇവിടെ ശരി ആരുടെ ഭാഗത്താണെന്ന്. ബാക്കി കുറച്ചും കൂടെ കേൾക്കാം. അതായത് ഈ അൻസിബയുടെ വിഷയത്തിലാണ് ഈ ശ്വേത അങ്ങനെ രാജിവെച്ചിറങ്ങി പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. അൻസിബയുടെ മുമ്പിലാണ് മുട്ടുപ് അടക്കിയത്. അൻസിബയുടെ സാഹചര്യം അങ്ങനെ ഞാൻ പറയുന്നില്ല, പക്ഷെ അൻസിബ ജയിച്ചല്ലോ. ഇതൊരു വലിയ അൻസിബയെ പുറത്താക്കാനാണ് കണക്ക് വയ്ക്കാൻ വേണ്ടി ശ്വേത കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ ആ ഒരു കണക്ക് വയ്ക്കാനുള്ള സമയം ആവശ്യപ്പെട്ടപ്പോൾ എങ്ങനെയായിരുന്നു അമ്മയിലെ ഈ സംഘടനയിലെ മറ്റുള്ള അംഗങ്ങളുടെ ഒരു രീതി? അതായത് ശ്രീ ഗണേഷ് കുമാർ വന്നു, ഇവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ശ്രീ മോഹൻലാൽ വന്ന് അത് തീരുമാനം അറിയിക്കണം, അവർക്ക് കൊടുക്കേണ്ടതാണ്, കാരണം സ്ത്രീകളാണ്, അവർക്ക് ഭരണപരിചയമില്ലാത്തതുകൊണ്ടാണ്, തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ആൾക്കാർ അതിനോട് ഞാൻ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് കോൺടംപ്ലേറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ അങ്ങനെ ആയാലോ ഇങ്ങനെ ആയാലോ എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അൻസിബ സംസാരിച്ചത്. അൻസിബയുടെ ആരോടാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലൊരു തീരുമാനത്തിൽ വന്നത്? അതെ, അൻസിബയുടെ മുമ്പിലാണ് അവർ. അപ്പോൾ ഇതിൽ ഈ അൻസിബ പറഞ്ഞ വളരെ ഗുരുതരമായ ആരോപണം, പ്രത്യേകിച്ച് അവരെ മറ്റൊരു രീതിയിലേക്കൊക്കെ വർഗീയമായ രീതിയിൽ പരാമർശം ഉണ്ടായി എന്നൊക്കെ അവർ പറയുന്നുണ്ടല്ലോ. അതൊക്കെ അത്രത്തോളം വലിയ അതൊക്കെ അതിന് കൃത്യമായ തെളിവുകൾ സഹിതമാണ് അവർ പറഞ്ഞത്. എല്ലാം വളരെ കൃത്യമായ തെളിവ്. എന്തുകൊണ്ടാണ് അമ്പലത്തിലെ പൈസ വാങ്ങണോ വേണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യം അവർ വായിച്ചു, അതിൻ്റെ പേരിൽ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. ആ രേഖപ്പെടുത്തിയതിൻ്റെ പിറ്റേ ദിവസം പണം കൊടുക്കാൻ തയ്യാറായ ആ അമ്പലത്തിന് തന്നെ അവരത് ആ കത്ത് അയച്ചു കൊടുക്കുകയും ഒരു മുസ്ലിമായ അൻസിബ ഇത് എതിർത്തു എന്ന് പറഞ്ഞ് വിദ്വേഷ പ്രചരണം നടത്തിയെന്നും എല്ലാം പറഞ്ഞ് തെളിവ് സഹിതമാണ് ആ കുട്ടി പറഞ്ഞത്. അതിനെതിരെ ആക്ഷേപം ഉണ്ടായത് അതിനെ ഒരു അഭിനേത്രിയെന്നോ നടിയെന്നോ മെമ്പറെന്നോ അല്ല, അതിനെ ഒരു മുസ്ലിമായി കണ്ടു, അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ള നിലയ്ക്ക് ആക്ഷേപ രൂപേണ കണ്ടു എന്നും അതിനെ ടിനി ടോമിനെതിരായ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് അംഗങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയാണോ പറയുന്നത്? ടിനി ടോം മാത്രമല്ല, അത് ഒരു ഗ്രൂപ്പിന്റെ ആലോചന എന്നുള്ള പോലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇതില് ഈ കേട്ടല്ലോ നിങ്ങൾ, ഒരു ഗ്രൂപ്പിന്റെ ഒരു കളിയായിരുന്നു അവിടെ. ടിനി ടോം മാത്രമൊന്നുമല്ല, ടിനി ടോം പറഞ്ഞിട്ടുണ്ട്, ഇല്ലാതൊന്നും പറയണ്ട, തെളിവ് സഹിതമാണ് അൻസിബ ഇന്നലെ കാര്യങ്ങൾ സംസാരിച്ചത്. മനസ്സിലായില്ലേ? ആ അമ്പലക്കാരെ അവരെ അറിയിക്കുകയാണ്, അവിടുത്തെ മെയിൻ നിൽക്കുന്ന ആളുകളെ അറിയിക്കുന്നത് ഒരു മുസ്ലിം പെൺകുട്ടി. അയ്യോ, അവൾക്ക് താല്പര്യമില്ല കേട്ടോ, അവൾ പറഞ്ഞു അമ്പലത്തിൽ നിന്ന് കാശൊന്നും മേടിക്കണ്ട. കേൾക്കുന്നവരെങ്ങനെയായിരിക്കും ചിന്തിക്കുക? നമ്മൾ ആരാണെങ്കിലും ഒന്ന് ചിന്തിച്ചു പോകും, ഇല്ലേ? അവരുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു, പക്ഷെ പൊളിഞ്ഞു. മതം അത് തിരികെ കയറ്റി വിദ്വേഷം ഉണ്ടാക്കുക, ആ പെൺകുട്ടിയെ ഇല്ലാതെയാക്കുക. വീണ്ടും ഞാൻ പറയുന്നു, അതായത് അൻസിബ ഈ അമ്മ എന്ന താരസംഘടനയിലെ പ്രായമേറിയ ഒരുപാട് ആളുകൾക്ക് പെൻഷന്റെ കാര്യത്തിന് പോലും ഓടി നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അമ്മയിൽ നിന്ന് കിട്ടുന്ന തുക അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് നേരിട്ട് കൊണ്ട് കൊടുക്കുമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു. അങ്ങനെ ഒരു പെൺകുട്ടിയെയാണ്, അതുകൊണ്ട് മാത്രമാണ് ഈ ദൈവത്തിൽ വിശ്വാസമുള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ദൈവം എന്ന ഒരു വ്യക്തി ഉള്ളത് കൊണ്ടായിരിക്കും അവളുടെ ഈ കഷ്ടപ്പാടും ഈ ഒരു പരിപാടിയെല്ലാം ഒരു മൂലയ്ക്ക് ദൈവത്തിൻ്റെ തന്നെ പൈസ മേടിച്ചിട്ട് ആ ഒരു പരിപാടി നടത്തിയപ്പോഴത്തേക്ക് കൊടുത്തത് ആ മേടിച്ച എല്ലാത്തിനും ഇട്ട്. എന്നിട്ട് ആ പൈസ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലടേ. കൈലാഷേ ഉണ്ടല്ലോ അല്ലേ ഇവിടെ? അറിയാം എങ്ങോട്ട് പോയി പൈസയെല്ലാം. ഇനിയും വേണോ അല്ലേ? ഒരു 100 ദിവസം കൂടെ കിട്ടിയാലോ കറക്റ്റായിട്ട് കണക്ക് കൊടുക്കാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും കൊടുക്കാം അല്ലേ? എവിടെയെങ്കിലുമൊക്കെ എഴുതി കയറ്റി തിരികെ കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല. ആ പെൺകുട്ടിക്ക് നീതി കിട്ടി. കുറേ ദിവസം ജസ്റ്റിസ് ഫോർ അൻസിബ എന്നൊരു ഹാഷ്ടാഗ് ഇടാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പവർ ആയിരിക്കാം ആ ഒരു വാക്കിന്, ആ ഒരു ഹാഷ്ടാഗിന് ഒരു കിട്ടിയ ഒരു അംഗീകാരം. അങ്ങനെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. കോടതിയിൽ എന്തായാലും കേസുണ്ട്, എന്തും ആയിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ് എനിമോർ. എനിക്കിനി അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ആ പെൺകുട്ടിയുടെ കൂടെ ആ താരസംഘടനയിലുള്ള ആളുകളെല്ലാം അവൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി, അംഗീകരിച്ചു, ഇറങ്ങിപ്പോയി കുറേ എണ്ണം അതിനകത്തുനിന്ന്. അത് മതി, അറ്റ്ലീസ്റ്റ് അതെങ്കിലും നടന്നല്ലോ.
ഒരു വിശ്വാസമുണ്ട്. ഇപ്പോൾ ബാക്കി കുറച്ചും കൂടെ. കഴിഞ്ഞ ദിവസം അത് ശ്വേത പറഞ്ഞത് തനിക്കെതിരെ ഗൂഢാലോചന നടന്നൊക്കെ എന്നുള്ള ഗുരുതരമായ ഒരു കാര്യമൊക്കെ ശ്വേത പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ശ്വേതയ്ക്ക് വിഷമം ഉണ്ടാവും. ഗൂഢാലോചന എന്നുള്ളതല്ലേ ഇത്രയും നാളും നിങ്ങൾ കണ്ടതല്ലേ മാധ്യമങ്ങളിൽ എന്തോ ഒരു വിഴുപ്പലക്കലും എന്ത് പ്രശ്നങ്ങൾ. ആദ്യമേ തന്നെ ഈനക്കുറുപ്പിൻ്റെ ഈ വിഷയം വന്നപ്പോൾ ലക്ഷ്മിപ്രിയക്കെതിരെ ഒരു നടപടി വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇതിലേ പോകില്ലായിരുന്നു. അമ്മ സംഘടനയ്ക്കെതിരെ ഈ ഭരണസമിതി ഗൂഢാലോചന നടത്തിയാണെന്ന് തിരിച്ചു പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് അവമതിപ്പാണ് ഉണ്ടാക്കിയത്. ആൾക്കാർക്ക് എണീറ്റ് വയ്ക്കാൻ വയ്യാത്ത തരത്തിൽ. ഈ കണക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ണി ശിവപാലിന് നിർബന്ധ അവധി കൊടുത്തു. പക്ഷേ ആ സമയത്ത് ബൈലോ പ്രകാരം പിന്നെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനിലേക്കാണ് നോക്കുന്നത്. പക്ഷേ അവിടെയൊക്കെ ഒരു മൊത്തത്തിൽ എന്തൊരു ദുരൂഹത, കുക്കു പരമേശ്വരൻ്റെ കാര്യത്തിലൊക്കെ ഒരു പ്രശ്നം തോന്നുന്നുണ്ടോ? അങ്ങനെയാണ്. അല്ല, അവർ കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അവർ പറയുന്നുണ്ടല്ലോ. അവരെല്ലാ കാര്യങ്ങളും കൂട്ടായ ഉത്തരവാദിത്തമാണ്. അതായത് ഈസി തീരുമാനിക്കാതെ നടത്തിയ ചെലവുകളെക്കുറിച്ചാണ് അൻസിബി പറഞ്ഞത്. അപ്പം പിന്നെ അത് പിന്നെ ആരുടെ ഉത്തരവാദിത്തമാണ്? ഈസി ഒപ്പിട്ട തീരുമാനങ്ങളല്ലാതെ 13, 14, 15, 16 ലക്ഷം രൂപ 13 ലക്ഷം രൂപ ഒരു പ്രോഗ്രാമിന്, ഒരു മ്യൂസിക് പ്രോഗ്രാമിന് കുടുംബസംഘത്തിന് കൊടുത്തു. പിന്നെ 2.5 ലക്ഷം രൂപ ആ മെമ്പറിൻ്റെ ഭർത്താവിന് ഓഡിയോ വിഷ്വൽ ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അത് സ്വജനപക്ഷപാതമാണ് എന്ന് ആവർത്തിച്ച് അൻസിബ പറഞ്ഞു. അൻസിബ അഴിമതിയാണെന്ന് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞു. എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടെന്നേ. ഇനിയിപ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് ഒരു സ്ത്രീകളുടെ ഒരു സംഘടനയ്ക്ക് ഒരു ഭാരവത്വം എല്ലാവർക്കും ബോധ്യപ്പെട്ടു, ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു, അമ്മ എന്ന താരസംഘടനയിലെ അംഗങ്ങൾക്കും ബോധ്യപ്പെട്ടു. ഞങ്ങൾക്ക് കുറച്ചായിട്ടേ ബോധ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നത് ലക്ഷ്മിപ്രിയയെ പോലുള്ള ആളുകളാണ്. അവരുടെ പറച്ചിലുകളാണ്. ചില കാര്യങ്ങൾ വന്നിട്ട് കോമഡിയാക്കി കളഞ്ഞു. ഇന്നലെ പറയുന്നു 2 മണിക്കൂർ ഇരുത്തി കേട്ടോ, തെളിവുണ്ട്. 1 മണിക്കൂർ 17 മിനിറ്റ് 20 സെക്കൻഡ് ഇരുത്തിയതിന്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. എവിടെ? പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയതിന്റെ തെളിവ് ചേച്ചിയുടെ ഉണ്ടെന്ന്. എന്താ വിളിച്ചു പറയുന്നത്? വല്ല ബോധം ഉണ്ടായിരുന്നു എന്ന് അന്നേ ഞാൻ ചോദിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഈ 20 മിനിറ്റ് 20:30 ആരെടുക്കലായി പറയുന്നത്? ഇവര് പറയുന്ന ആ ഒരു പോലീസ് സ്റ്റേഷനിൽ CCTV പോലും ഇല്ലായിരുന്നെന്ന് അറിയുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവരുടെ തെളിവ്? ഫോണിലെടുത്തോ? അല്ല, അതൊക്കെ നിയമലംഘനമല്ലേ? കൂടുതലൊന്നും ഇനി ഞാൻ പറയാനില്ല. എനിക്ക് നേരത്തെ ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ മനസ്സിലായി. പിന്നെ ഇപ്പം നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ഈ വീഡിയോയുടെ അടിയിലും ചിലപ്പോൾ ചില ആളുകൾ വന്നേക്കാം ഹേറ്റ് കമൻറ്റുകളുമായിട്ട്. മൈൻഡ് ചെയ്യണ്ട, അങ്ങോട്ട് ഡിസ്ലൈക്ക് കൊടുത്ത് വിട്ടേക്കണം കേട്ടോ. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന പോസിറ്റീവ് കമൻറ്റ്സ് ഇട്ടങ്ങോട്ട് നിറയ്ക്കുക. ആ പെൺകുട്ടിയോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ദിവസങ്ങളായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വ്യൂസ് ഇല്ലെങ്കിൽ പോലും ചില വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കുറച്ച് പേരെങ്കിലും. എന്നിട്ടും ഞാൻ ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് സത്യം ആ പെൺകുട്ടിയുടെ കൂടെയാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ശത്രുക്കളായി മാറി ചിലപ്പോൾ ചില വീഡിയോകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഈ വീഡിയോ പോലും എന്താവുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ എങ്ങും എത്തത്തില്ല. അതുകൊണ്ട് പറ്റുന്നത്രയും ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ ഒന്ന് ചെയ്യുക. സത്യാവസ്ഥ എല്ലാവരും അറിയട്ടെ. ഞാൻ പിന്നെ പറഞ്ഞത് എനിക്കൊരു ചെറിയ വിവരം കിട്ടിയതാണ്. ആ പെൺകുട്ടിക്കെതിരെ ചിലപ്പോൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഒരു സൈബർ അറ്റാക്ക് വലിയ രീതിയിലുള്ള ഇല്ലാതാക്കാനുള്ള, കാരണം പലർക്കും അങ്ങോട്ട് എങ്ങനെ വൈരാഗ്യം വരാതിരിക്കും? ഇന്നലെ കണ്ടതല്ലേ, ഇന്നലെ ആടിപ്പാടി ചിലവരൊക്കെ അങ്ങോട്ട് കയറിപ്പോയിട്ട് തിരിച്ചെങ്ങനെ ഇറങ്ങി വന്നത്? ഒന്നും പറയാനില്ല. യെസ് എന്ത് ചോദിച്ചാലും യെസ്. ചില ആളുകൾ, നിങ്ങൾക്കറിയാം ആരെയാണെന്ന്, ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ടിനി ടോമാറ്റായി അവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു കേട്ടോ. ഇന്നലെ ഏതോ ചാനലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ചില ആളുകളുടെ കമൻറ്റ് ഞാൻ കണ്ടു. ഞാനെങ്ങും കണ്ടില്ല. എന്തായാലും ചേട്ടായി അധികം ആരോടും സംസാരിക്കാനൊന്നും പോയിട്ടില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. ഒന്നും മിണ്ടാതെ സ്ഥലം വിട്ടു. എന്തൊക്കെയാണെങ്കിലും നല്ല കാര്യം ചേട്ടാ, നല്ല കാര്യങ്ങൾ ഇനിയെങ്കിലും ചെയ്യാൻ ശ്രമിക്കൂ. ഈ വൈരാഗ്യം എന്ന് പറയുന്ന സാധനം ഈ ഒരു വിഷയത്തിൽ അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ആ പെൺകുട്ടി പറഞ്ഞത് എല്ലാം സത്യം, വിത്ത് പ്രൂഫ്. നിങ്ങളുടെ സൈഡിൽ ഒന്നുമില്ല. അവളെ മറ്റേ മതം പറഞ്ഞിട്ടില്ലേ, അങ്ങനെ ചെയ്തിട്ടില്ലേ, ഇങ്ങനെ ചെയ്തിട്ടില്ലേ, ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണെങ്കിൽ നിന്നെയൊക്കെ ഇല്ലാതാക്കിയിട്ട് ആർക്ക് എന്ത് കിട്ടാനാ? അതെനിക്ക് മനസ്സിലാവാത്തത്. ഈ ടിനി ടോമിനെയും ലക്ഷ്മിപ്രിയയൊക്കെ ഇല്ലാതാക്കിയിട്ട് എന്ത് കിട്ടാനാ? മര്യാദയ്ക്ക് സിനിമയുള്ള ആരെങ്കിലും ഇല്ലാതാക്കാനാ നിന്നെങ്കിൽ സിനിമയുടെ അഭിനയം കണ്ടിട്ട് ദേഷ്യം വന്നല്ലെങ്കിൽ അസൂയ മൂത്ത് ചെയ്താന്ന് പറയും. ഇവിടെ എന്ത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.